ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ മുടിയിൽ വരുന്ന സ്പ്ലിറ്റൻസ്. ഈ ഒരു സ്പ്ലിറ്റൻസ് തന്നെ പല തരത്തിൽ വരുന്നുണ്ട്. ചില ആളുകൾക്ക് നമുക്ക് പൊട്ടി പോകുന്ന ഒരു പ്രശ്നം വരും, ചില ആളുകൾ രണ്ട് രീതിയിൽ പിരിഞ്ഞു നിൽക്കും, ഇതിന് ചെറിയ ചെറിയ കെട്ട് പോലെ വരും. ഈ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടക്കില്ല. നമ്മൾ ചിലപ്പോൾ ഹെയർ പാക്ക് ചെയ്യുന്നുണ്ടാവും, ഡെയിലി മസാജ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ നമുക്ക് ഹെയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സ്പ്ലിറ്റന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ നേടണമെന്നില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഒരു മന്ത്ലി വൺ ടൈമെങ്കിലും നമ്മുടെ ഹെയറിന്റെ സ്പ്ലിറ്റന്റ് കട്ട് ചെയ്യുക. സ്പ്ലിറ്റന്റ് കട്ട് ചെയ്താൽ മാത്രം നമുക്ക് അത് ഒഴിവായി പോകണം, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആവണമെന്നില്ല. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കൂടുമ്പോഴേക്കും അത് പിന്നെയും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറക്റ്റ് ആയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമ്മൾ ഏറ്റവും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടീന്റെ ഈ ഒരു ഭാഗത്തേക്കുള്ള ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ മുടീന്റെ സ്പ്ലിറ്റ് എൻഡ് വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് ഏറ്റവും അറ്റഭാഗമാണ് നമ്മുടെ മുടിയിലെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു മുടി വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഏറ്റവും താഴേക്ക് ആ ഒരു എൻഡിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കാതെ അത്ര കെയർ ഒന്നും കൊടുക്കുക. നമ്മൾ എപ്പോഴും സ്കാൽപ്പ് ശ്രദ്ധിച്ചിട്ടേ ഇരിക്കുന്നുണ്ടാവുക. നമ്മുടെ മുടി ഗ്രോത്ത് വെച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന മുടി ഒരേപോലെ താഴേക്ക് നീണ്ടു പോകണം. അല്ലാതെ ഈ ഒരു സ്പ്ലിറ്റിന്റെ അവിടെ കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മളെ മുടിയുടെ ഹെയർ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് നമ്മൾ ചില ആളുകൾ പറഞ്ഞാൽ എപ്പോഴും എന്റെ മുടി ഒരേപോലെ നിൽക്കുന്നത്, അതിന് ഒരു മാറ്റമില്ല, ഞാൻ സ്പ്ലിറ്റ്നെസ് കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമ്മുടെ മുടി നീളുന്നുണ്ടാവും. ഈ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്ത് എത്തുമ്പോഴേക്ക് എപ്പോഴും ആ ഒരു ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു പോണ വരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തു വന്ന രീതിയിൽ കുറെ മാറ്റം വരുത്താനുണ്ട്. നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ്നെസ് വരാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പ്രശ്നമാണ്. നമ്മൾ സിങ്ക് കണ്ടന്റ് കുറഞ്ഞ ഫുഡാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. നിങ്ങൾക്ക് സിങ്ക് കണ്ടന്റ് കുറവാണെങ്കിൽ അതുള്ള ഫുഡ് കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക, ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, നല്ല രീതിയിൽ ഹെയർ നല്ല രീതിയിൽ ഹീറ്റ് കൊടുത്തിട്ട് നിങ്ങൾ സ്ട്രൈറ്റൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഡ്രയർ വെച്ചിട്ടാണ് ഈ അടുത്തൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ മുടി ഉണക്കിയെടുക്കുന്നതെങ്കിൽ ആ ഒരു രീതി സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ കോംബ് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ മുടി ഇതുപോലെ ഈ ജടയൊന്നും ഒഴിവാക്കരുത്. ജട ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കെട്ട് വരും. അത് സ്പ്ലിറ്റ്നെസ് അല്ല വരിക, കെട്ട് പോലെ വരും. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തി തന്നെ കൊണ്ടുപോകാൻ നോക്കുക. അതായത് ഭയങ്കര നനച്ച് കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. നമ്മളിപ്പോ ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്യുക. ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടീഷണർ. അപ്പൊ കറക്റ്റ് ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ മുടി കെട്ടി വെക്കുന്ന രീതി ഉണ്ടാവുമല്ലോ, ഭയങ്കര വെയിലത്തിട്ടിട്ട് ഭയങ്കര പൊടിയും അതുപോലെ തന്നെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ മുടി പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ നോക്കുക. നമ്മുടെ ഹെയറിലേക്ക് കൂടുതലായിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ മുടി നല്ല രീതിയിൽ ഡാമേജ് ആവും. ഡാമേജ് ആയത് കഴിഞ്ഞാൽ ആദ്യം വരെ ഈ സ്പ്ലിറ്റ്നെസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിക്കരുത്. എപ്പോഴും ഒരു മോയ്സ്ചർ ഉള്ള പോലെ തന്നെ ആ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ മുടിയുടെ അറ്റം നോക്കുക, ഏതൊരു ടൈപ്പിലാണ് നിങ്ങളെ മുടിയുടെ അറ്റം ഇരിക്കുന്നത് നോക്കുക. ഞാൻ താഴെ നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങളെ മുടിയുടെ അറ്റം ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് വീട്ടിൽ ട്രൈ ചെയ്യുക. വീട്ടിൽ ട്രൈ ചെയ്യുക വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന്റെ 20 മിനിറ്റ് മുന്നേ നിങ്ങളെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നോർമലായിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒരു എഗ്ഗിന്റെ യെല്ലോ ആണ് എടുക്കേണ്ടത്. വൈറ്റ് പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് യെല്ലോ പോർഷൻ എടുക്കുക. ഒരു യെല്ലോ എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തേനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കുന്നതിന് 20 മിനിറ്റ് മുന്നേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തേക്കുക. അതായത് നമ്മൾ നല്ല രീതിയിൽ സ്ട്രാൻഡ്സിലേക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തേക്കുക, എൻഡിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. എഗ്ഗിന്റെ വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് അത്ര ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. എന്നാലും നിങ്ങൾക്ക് സ്മെൽ ഉണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ വാഷ് ചെയ്യുക. ഇനി ഷാമ്പൂ ഇല്ലെങ്കിലും കണ്ടീഷണർ വെച്ചിട്ട് ലാസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ട് കഴുകിയെടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ വരും. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഡ്രയർ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഭയങ്കര റഫായിട്ട് നമ്മളെ ഹെയർ കൊണ്ടുനടക്കുന്ന പരിപാടി കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെ ഹെയർ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും നിൽക്കുന്നതിന് പകരം നല്ല രീതിയിൽ കോമ്പൊക്കെ ചെയ്തിട്ട്, അതായത് എപ്പോഴും കോമ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ആഴ്ചയിൽ 2 തവണ കോമ്പ് ചെയ്താൽ മതി. കോമ്പ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ ഒരച്ച് പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വെക്കരുത്. ജസ്റ്റ് കൈനെ കൊണ്ട് ആദ്യം ഒഴിവാക്കി കൊടുക്കൊക്കെ, അതിനുശേഷം കോമ്പ് ഉപയോഗിക്കുക. ഭയങ്കര റഫ് ആയിട്ടുള്ള കോമ്പ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മന്ത്ലി 1 ടൈം എങ്കിലും കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ചില ആളുകൾക്ക് എപ്പോഴും സ്പ്ലിറ്റ്നസ് ആണ്, ആഴ്ച കൂടുന്നതിനനുസരിച്ച് സ്പ്ലിറ്റ്നസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആവുന്നതിനെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നം മാറി കിട്ടും. നിങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു
കാര്യം മാത്രം ഒഴിവാക്കി വെക്കരുത്. ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുടി നീളുന്ന കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഹെയർ ഗ്രോത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടത് ബൈ.